ഞാനിതിന് രണ്ടിനും എതിരാണ്. പക്ഷെ ഞാൻ പോയില്ല. എന്തോ എനിക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ചിലപ്പോ എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. എനിക്കെന്തോ അതിനെ കാരണം ചിലപ്പോ മന്ത്രി ആരാന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് എന്നെ നിലം തൊടിപ്പിക്കാനേ നോക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, സുന്ദരമായതിനെ ഒന്നിനെയും വളർത്താൻ അനുവദിക്കില്ലെന്ന്, അതിന് നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്തോ നമ്മളെ സമയം ശരിയല്ല. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, സമയം ശരിയല്ല. അതായത് ഇപ്പൊ ഈ സിനിമയിൽ നിന്നും കലാരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തി വിജയിച്ചവരും പരാജയപ്പെട്ടവരും, എന്നാൽ വിജയിച്ചിട്ടും പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ഇലക്ഷനിൽ കയറി മത്സരിച്ച് ജനങ്ങളുടെ കാര്യം നോക്കാൻ നേരമില്ല. രാഷന്റെ ട്രൂപ്പ് ഏതായിരുന്നു? രാഷന്റെ മിമി വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ജംഗ്ഷനിൽ ഞങ്ങളൊരു 3-4 പേര് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. രാഷയുടെ ഈ മിമിക്രിയിൽ നിന്നും വന്ന ആൾക്കാരാണല്ലോ മറ്റേ മമ്മൂക്ക, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, അങ്ങനെയുള്ള ഓരോ ആൾക്കാരും, ജയസൂര്യ, ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഏറ്റവും നല്ല നടനായിട്ട് എന്തെങ്കിലും ഒന്നും ഇടണ്ടേ മറ്റേ യൂട്യൂബിൽ പോകുമ്പോഴേ ഏതാ തോന്നുന്നു ഏറ്റവും നല്ല നടനായിട്ട് ആരെ തോന്നുന്നു? അല്ല, എല്ലാവരും നല്ല നടന്മാരാണ്. ഓരോരുത്തർക്കും ഓരോരോ, ഇപ്പൊ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്ന് ചോദിച്ചാല് അതിന് ഉത്തരവില്ല. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരവരുടെ രണ്ടുപേരും രണ്ട് രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ആ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരെല്ലാവർക്കും അവരുടേതായ രീതിയിൽ കഴിവുകളുണ്ട്. അപ്പൊ അതിനകത്ത് മികച്ചത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒന്നുമില്ല. എല്ലാവരും പക്കയായിട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ അവര് മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത്. രാജേഷേട്ടാ, മിമിക്രിന്ന് വന്നുകൊണ്ട് തന്നെ മിമിക്രിയുടെ ഏകദേശം എനിക്കൊന്ന് തുടക്കം തന്നെ മിമിക്രിയുടെ എന്ന കലയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് ഒരുപാട് കലാകാരന്മാരുടെ വളർച്ചയും അവര് സൂപ്പർ സ്റ്റാർ ആയതും അല്ലാതായതൊക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. മാത്രമല്ല, പണ്ടത്തെ മിമിക്രികൾക്കൊക്കെ ഭയങ്കര നിലവാരമുണ്ടായിരുന്നു. മിമിക്രി പറയുന്ന ആർട്ടിസ്റ്റുകൾക്കും നല്ലൊരു ക്വാളിറ്റിയും നല്ല ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഴയ ആർട്ടിസ്റ്റുകളെയൊക്കെ പറഞ്ഞാലും അവരുടെ ഓർമ്മകളെ അതിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത്. ഇത്രയും വലിയൊരു ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള ഒരു കോമഡികളൊന്നും, ഇത്ര വൾഗർ ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ ഇപ്പം കുറച്ച് നാളുകളായിട്ട് അത് ഇല്ല, ഷോ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ്ങിന് ഇത് പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങൾ, അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയ്മിങ്, അതിലൊരു നടനെ, ഒരു നല്ലൊരു കലാകാരനാണ്, അദ്ദേഹത്തെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് നടത്തുന്നു, അത് നടത്തുന്നു, ഇത് നടത്തുന്നുള്ള വിമർശനങ്ങള്. ശരിക്കും ഈ ബോഡി ഷെയ്മിങ് ആണോ മിമിക്രി, അല്ലെങ്കിൽ ഈ മറ്റേ ഈ ദ്വയാർത്ഥം വെച്ചിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ ഉണ്ടല്ലോ, കോമഡി, അതിനൊക്കെയാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ കണ്ടുവന്നിരിക്കുക. അപ്പൊ ഇതിനോട് എന്താണ് രാജേഷേട്ടന് പറയാനുള്ളത്? ഞാനിതിന് രണ്ടിനും എതിരാണ്, ബോഡി ഷെയ്മിങ്ങിനും ദ്വയാർത്ഥത്തിനും. ഈ അശ്ലീല പദപ്രയോഗങ്ങൾക്കൊക്കെ നമ്മളെതിരാണ്. കാരണം ഹ്യൂമർ പറയാൻ വേണ്ടി നമ്മൾ ഒരാളുടെ ബോഡി ഷെയ്മിങ് നടത്തിയിട്ട് അങ്ങനെ അത് ഹ്യൂമറാക്കേണ്ട കാര്യമില്ലല്ലോ. അതുമല്ല, ഈ അശ്ലീല ചൊവ്വയുള്ള സംഭാഷണങ്ങൾ പറഞ്ഞു ആൾക്കാരെ ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളുടെ സ്റ്റേജ് കളിക്കുന്ന കാലം തുടങ്ങി നമ്മളതൊക്കെ വളരെ, നമ്മുടെ സ്കിറ്റുകളാണെങ്കിലൊക്കെ നമ്മളതൊക്കെ വളരെ നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്, പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടാ. എനിക്ക് അതിനകത്തോടൊന്നും താല്പര്യമില്ല. നമ്മൾ നല്ല നല്ല സിറ്റുവേഷനുകൾ കൊണ്ടുവരിക, മനുഷ്യനെ ചിരിക്കാൻ പറ്റാവുന്ന സിറ്റുവേഷനിൽ കൊണ്ടുവരിക, അവിടെ നമ്മൾ ചെയ്യുക. അതാണ് ഹ്യൂമർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഷോയിലേക്ക് എന്തോ പണ്ടങ്ങാണ്ട് രാജേഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒരു 3-4 വട്ടം വിളിച്ചതാണ് ഈ പറഞ്ഞ ഷോയിലേക്ക്. പക്ഷെ ഞാൻ പോയില്ല. എന്തോ എനിക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ചിലപ്പോ എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. എനിക്കെന്തോ അതിനെ കാരണം. അപ്പൊ എന്നോട് അവര് പറഞ്ഞു വന്നാല്, ഞാൻ പറഞ്ഞു ഞാൻ വന്നാൽ ശരിയാവില്ല. ഇല്ല, വന്ന് 2 ദിവസം ആകുമ്പോഴേക്കും ആ ട്രാക്കിലേക്ക് ആയിക്കോളൂ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. സാമ്പത്തികം നന്നായിട്ട് കിട്ടത്തില്ല, പൈസ കിട്ടുമായിരുന്നു. പക്ഷെ എന്തോ നമുക്ക് ഇപ്പൊ നമ്മളുടേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് വേണമല്ലോ. അല്ലാതെ അത് ഇല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട്, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ പിന്നെ വേറൊരു സംഗതി ഉണ്ട്, അതായത് മീഡിയക്കാരാണ് ഏറ്റവും കൂടുതൽ, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇപ്പൊ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ, ഇപ്പൊ ആ നടനോ ആ നടിയോ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും
അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇന്ന് ഗ്യാസിന് ഇത്ര വില കൂടിയിട്ടുണ്ട്, ഇതിലേക്ക് ഇന്ന പാർട്ടിയെ കുറിച്ച് എന്താണ് സംഭവം? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാറുണ്ട്. ചിലവരൊക്കെ വളരെ വിദഗ്ധമായിട്ട് അത്യാവശ്യം ഈ സ്ഥിരം പത്രം വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം. അല്ലാത്തവരോട് ഒരു വാക്ക് പറഞ്ഞ ഇവനൊക്കെ എന്തൊരു ഊളയാ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കമന്റ്സുകളും സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണോ മണ്ടന്മാര്, അതോ ഈ ആർട്ടിസ്റ്റുകളാണോ മണ്ടന്മാര്, എന്താണ്? അല്ല, അത് അവരങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു മണ്ടത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീണ് കിട്ടിയിട്ട് അവർക്കത് വൈറലാകാൻ വേണ്ടിയിട്ട് അവര് ചോദിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഒരാൾക്കൊരു മികച്ച നടനുള്ള ഒരു അവാർഡ് കിട്ടി, അയാളോട് അതിനെ കുറിച്ച്, അയാളുടെ അത്ര കാലത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ച്, അല്ലെങ്കിൽ അയാളുടെ സിനിമ അനുഭവത്തെ കുറിച്ച്, അല്ലെങ്കിൽ അയാളുടെ അഭിനയത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾ വ്യക്തമായിട്ട് അയാൾക്ക് അറിയാവുന്നത് അയാൾ പറയും. അല്ലാതെ അയാളോട് ഇന്നിവിടെ ആന ഇറങ്ങി എന്താണ് അഭിപ്രായം, ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലര് ധരിക്കുവേ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് അബദ്ധത്തിൽ ചെന്ന് ചാടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് അറിയില്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ അറിഞ്ഞുകൂടാ എന്ന് തന്നെ പറഞ്ഞാല് യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ ഈ മറ്റുള്ളവർ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് എപ്പോഴും വർക്കുള്ള ഒരു കലാകാരന് ഇപ്പൊ വാർത്ത വായിക്കാനോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംസാരിക്കാനോ ഒന്നും ടൈമില്ല. രാവിലെ എഴുന്നേക്കുന്നു, പാതിരാത്രിക്ക് കിടക്കുന്നു, രാവിലെ എഴുന്നേക്ക് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ മന്ത്രി ആരാന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പിടിപാടുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ വെറുതെ വെച്ച് കിട്ടി അതങ്ങനെ ശരിയല്ല, ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മ ആവശ്യമില്ലാത്ത പള്ളി പിടിക്കേണ്ട കാര്യം എന്താണ്? അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൂടാന്ന് തന്നെ പറയാ. കാരണം ചോദിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. രാശിയുടെ വളരെ കറക്റ്റായിട്ട് രീതിയിൽ ഈ മറുപടി പറയുകയും വളരെ രസകരമായ രീതിയിൽ അത് രാശിയുടെ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ബുദ്ധിപൂർവമായിട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ വളരെ ആർക്കും വേദനയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത്രയും ഇത് കാണിക്കുന്ന ഒരാളുടെ നമ്മൾ എന്തെങ്കിലും ഒരു കൂട് പിടിച്ച ചോദ്യം ചോദിക്കണമല്ലോ, അത് എങ്ങനെയാണ് അത് തിരിച്ചു പറയുന്നത്? അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പൊ ഈ സിനിമയിൽ നിന്നും കലാരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തി വിജയിച്ചവരും പരാജയപ്പെട്ടവരും, എന്നാൽ വിജയിച്ചിട്ടും പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ജനങ്ങളെ സേവിക്കാനാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കലാകാരന് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അവര് അഭിനയിക്കുന്ന അല്ലെങ്കിൽ കോടികൾ പ്രതിഫലം മേടിക്കുന്ന അവര് ഒരു പടത്തിൽ നിന്നും ഇത്ര കോടി മേടിച്ചു വെച്ചാൽ എത്ര കുടുംബങ്ങളെ അവർക്ക് സഹായിക്കാം? ജനസേവനം അതുമല്ലേ? അതിന് ഈ അധികാരം വേണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. രാജേഷേട്ടന്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള വ്യക്തികള് രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങണം, അവർക്ക് സഹായങ്ങൾ ചെയ്ത് പോകണം, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് പ്രതിഫലത്തിൽ നിന്നും അവർക്ക് ആഗ്രഹമുള്ളത് മറ്റുള്ളവരെ സഹായിക്കുന്നതാണോ? ഏതായിരിക്കും ഏറ്റവും നല്ലത്? നന്മ ചെയ്യാനായിട്ട് നന്മ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നിലനിർത്തില്ല, വാഴിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ കയ്യില് സിനിമയിലൊക്കെ അഭിനയിച്ച് ഇഷ്ടം പോലെ കാശുണ്ട്. ഞാനൊരു ട്രസ്റ്റായിട്ട് തുടങ്ങി, ഒത്തിരി പേര് സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ജനകീയ പിന്തുണ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നെ നിലംപതിപ്പിക്കാനേ നോക്കുള്ളൂ, ഒരിക്കലും വളർത്തില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലംപതിപ്പിക്കാൻ നോക്കുന്നത് രാഷ്ട്രീയം അത് രാഷ്ട്രീയക്കാര് മാത്രമല്ല, ഇതുമായിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ. ഒരിക്കലും ഒന്നിനെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഈ ഭൂമിയില് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, സുന്ദരമായതിനെ ഒന്നിനെയും വളർത്താൻ അനുവദിക്കില്ലെന്ന്, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതുകൊണ്ടൊക്കെ തന്നെയാണ് ആരും, പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ തൊഴിലഭിനയമാണ്, ഞാൻ അത് മര്യാദക്ക് ചെയ്ത് അതിനകത്ത് എങ്ങനെ നിലനിന്ന് പോവുക എന്നതാണ് ഞാൻ നോക്കേണ്ടത്. അല്ലാതെ ഞാൻ അപ്പുറം വന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഇലക്ഷനിൽ കയറി മത്സരിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായി ജനങ്ങളുടെ കാര്യവും നോക്കാൻ നേരമില്ല. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ചാനലിലും പോകണം. അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ കുറ്റങ്ങൾ, ഇവിടുന്ന് ജനങ്ങളുടെ കുറ്റങ്ങൾ അയാൾ ഒരു നേരത്തെ പഞ്ചായത്തിൽ വരാറില്ല. എന്തിനത് കേൾപ്പിക്കണം? ഞാൻ എന്റെ വഴിക്ക് പോയാ പോരെ, അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. അതാണ് രാഷിദ, എല്ലാവരോടും ഒരു ആവർത്തിക്കപ്പെടുന്ന ചോദ്യമാണ്, അതുകൊണ്ടൊന്നും തോന്നരുത്. കാരണം എല്ലാ ആൾക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എത്ര ചോദിച്ചാലും ചോദിക്കുന്നവർക്ക് ഒരിക്കലും മടുപ്പുണ്ടാകാത്ത ഒരു ചോദ്യമാണ്. പക്ഷെ പറയുന്നവർക്ക് ചിലപ്പോൾ മടുപ്പുണ്ടാകാം.
അത് വേറൊന്നുമില്ല. ഇപ്പൊ ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് രാജേഷേട്ടനുണ്ടാവല്ലോ. അപ്പൊ എല്ലാം ഏത് ഇന്റർവ്യൂ എടുത്തു നോക്കിയാലും ഒരു നമ്മളിപ്പം ഒരു ഗാനമേള തുടങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം പൊട്ടിക്കാനായിട്ട് സ്ഥിരം 2-3 പാട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കും. മിമിക്രി ആണെങ്കിലും ഏറ്റവും അവസാനത്തെ ഒരു അതില്ലാതെ അതിനൊരു അസ്തമവും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം എപ്പോഴായാലും ചോദിക്കുകയും ചെയ്യും. പറഞ്ഞു രാജേഷേട്ടനും എടുത്തിട്ടുണ്ട്. അപ്പൊ പറയുകയാണ് ഇത്രയും വലിയ ആൾക്കാരെ വിലയിരുത്താൻ ഞാൻ അങ്ങനൊന്നും പറയരുത്. വളരെ കൃത്യമായിട്ട് ലാലേട്ടന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഒത്തിരിയേറെ പറഞ്ഞിട്ടുണ്ട്. കാരണം അറിയോ, ഈ ലാലേട്ടനോട് എക്സ്പീരിയൻസിൽ എല്ലാരും പറയുന്നൊരു കാര്യമുണ്ട്. ക്യാമറയുടെ ഫ്രണ്ടിൽ അദ്ദേഹം വേറൊരാളായി മാറും. ക്യാമറയുടെ പുറകെ വരുമ്പോ ആ ക്രൂവിനെ മൊത്തം എന്റർടൈൻ ചെയ്യിക്കും, കയ്യിലെടുക്കും, വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാവരോടും സംസാരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ രാജേഷേട്ടനോട് ചോദിക്കുന്നത്. അല്ല, പുള്ളി അങ്ങനെ ഭയങ്കര സിമ്പിളാണ് നമ്മളോടൊക്കെ. അത് ഇത് പണ്ട് വേറെ ഒരാൾ പറയാറുണ്ട്, ഇപ്പൊ പ്രിയൻ സാറിനോട് പറയുന്ന അതേ തമാശ തന്നെ നമ്മളോട് പറയും. അതിനൊരു വലിപ്പച്ചെറുപ്പമൊന്നും ചിലപ്പോ തോളത്ത് കൈയിട്ട് തന്നെ സംസാരിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും അതേ ഈ ഒത്തിരി ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാതെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ഓർമ്മ തരാനായിട്ട്? അല്ല, ഓർമ്മകൾ ഇതൊക്കെ തന്നെയാണ്. ലാലേട്ടൻ ഭയങ്കര സിമ്പിളാണ്. പുള്ളി നമ്മളോടൊപ്പം നിന്ന് നമ്മളൊക്കെ മാറിയിരുന്നാലും മോനെ പാടാ ഇരിക്കും, ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞ് തമാശകൾ പറയാ. തമാശകളിൽ നമ്മളെയും പങ്കാളിയാക്കും, കൂട്ടും. നമ്മളെ അങ്ങോട്ട് ഭയങ്കര ഫ്രീ ആക്കി വിടും. രാഷ്ട്രം വിളിക്കാറുണ്ടോ? ഫോൺ വിളിക്കുവോ? അങ്ങനെ തിരക്കുള്ള ആൾക്കാരില്ല. നമ്മള് വിളിച്ച് ഒന്നും ചെയ്യാറില്ല. മമ്മൂക്കയുടെ കൂടെ ഞാനൊരു ചെറിയ ഒരു സിനിമയിൽ ഒരു സീനില്, ഒരു കുഞ്ഞു സീനില് ഒരു ചാനൽ റിപ്പോർട്ടറായിട്ട് ഭാസ്കർ ദ റാസ്കൽ, മരിച്ചുപോയ സിദ്ദിഖ് സാറിന്റെ പടത്തില് അങ്ങനെ മമ്മൂക്കയുടെ കൂടെ. പക്ഷെ മമ്മൂക്കായിട്ട് ഞാൻ ഭയങ്കര ടേംസിലാണ്. എല്ലാരും പറയുന്ന ഈ കോമഡി പറയുന്നവര് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്ക എല്ലാ പരിപാടികളും കാണുമെന്നുള്ള ഏറ്റവും വലിയ കാരണം എന്നെ പോലും കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ചിരിച്ചു കാണിച്ച് അടുത്തേക്ക് വിളിച്ചൊരു വ്യക്തിയാണ് മമ്മൂക്ക. നമുക്കൊരു ഓസ്കാർ കിട്ടുന്ന ഒരു അനുഭവമാണ് മമ്മൂക്ക തിരിച്ചറിഞ്ഞ് വിളിക്കാന്ന് പറയുന്നത്. മമ്മൂക്കയുടെ എല്ലാ പടവും കാണും. ഞാൻ മമ്മൂക്കക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, മമ്മൂക്ക ഇന്ന പടം കണ്ടു, അതാണ്. പുള്ളി റിപ്ലൈ തരും എന്നുള്ളതാണ് സത്യം. അതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭയങ്കര അവാർഡിന് തുല്യമായ ഒരു അംഗീകാരം. ഞാൻ എത്രയോ കോണ്ടാക്ട്സ് ഉണ്ട്. ഇത് പല ആൾക്കാരും പറയാറുണ്ട്, നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് റിപ്ലൈ തരുന്ന ഒരാള് മമ്മൂക്ക മാത്രം. ഞാൻ കരുതുന്നത് എനിക്ക് മാത്രം ഇരിക്കുന്നല്ല, ഒരു മിക്കവർക്കും അയക്കുന്നവർക്ക്. ഇതിനൊക്കെ മമ്മൂക്കൊക്കെ പെടുന്നതാണ് നേരം എന്നാണ് ഇത്രയും സിനിമകളിൽ. ചില ആർട്ടിസ്റ്റുകളെ വിളിച്ചാൽ പോലും എടുക്കാൻ റിപ്ലൈ ഇല്ല. അതെ, ഇത് ഇവരുടെ നമ്പർ ആണെന്ന്. അതേസമയം മമ്മൂക്ക അങ്ങനല്ല, ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് ആർക്കും റിപ്ലൈ ചെയ്യുന്നൊരു പുള്ളി അത് വായിച്ചിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി അത് വായിച്ചിരിക്കും. റിപ്ലൈ തരേണ്ടതാണെങ്കിൽ പുള്ളി അതിന് റിപ്ലൈ തന്നിരിക്കും. അത് ഭയങ്കര ക്വാളിറ്റി തന്നെയാണ് മമ്മൂക്കട. അപ്പൊ മമ്മൂക്ക ഞാനായിട്ട് അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. പിന്നെ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ കഥ പറയാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. കഥയൊക്കെ എഴുതി അങ്ങനെ ഒരു സിനിമ എഴുതി. പക്ഷെ അത് എന്തോ നമ്മുടെ സമയം ശരിയല്ല. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, സമയം ശരിയല്ല. പിന്നെ ഭാഗ്യം, ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? കഥയൊക്കെ ഇഷ്ടമായി, എല്ലാം ഇഷ്ടമായി, എല്ലാം ഒക്കെ സെറ്റായി വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. ആ പടം അങ്ങ് മാറിപ്പോയി. ഒത്തിരി നാളായോ? അതിപ്പോ 4-5 വർഷമായി. ഈ കൊറോണയൊക്കെ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ്, പിന്നീട് കൊറോണയൊക്കെ വന്ന് ആ കൊറോണയുടെ കുത്തൊഴുക്കിലൊക്കെ. ആ സിനിമ രാജേഷേട്ടൻ തന്നെ സംവിധാനം ചെയ്യും? അല്ല, ഞാനായിരുന്നില്ല, അത് നാദിർഷയ്ക്കായിരുന്നു. നാദിർഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാ, എഴുതിയതാ. അത് വലിയൊരു പടം നടക്കുമായിരിക്കും, വലിയൊരു. അതെ. നമുക്ക് നാദിർഷക്ക അത് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞൊരു അതങ്ങനെ സംസാരമൊക്കെ വന്നു. പക്ഷെ അത് പിന്നെ നടന്നില്ല. വേറെ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടോ രാജേഷേട്ടൻ? ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഓട്ടത്തിലാണ്. അതൊന്ന് നമുക്കൊന്ന് സിനിമയാക്കണം എന്നുള്ള ഒരു ഇതിനകത്താണ്. അപ്പൊ ശരി,
അപ്പൊ രാശേട്ടാ പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. വീട്ടില് ഇവിടെ വൈഫ് 2 ആൺമക്കളാണ് എനിക്ക്. അവർക്ക് സിനിമയോടൊക്കെ താല്പര്യമുണ്ട്? ഒരു താല്പര്യമില്ല, സിനിമ പോലും കാണാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു അത്ഭുതമാണല്ലോ അതെ 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 അതെ. അതെ, ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ കലാകാരന്മാരൊന്നും ഇല്ല, വളരെ കുറവാണ്. ഞാനിത് അപൂർവമായിട്ട് സംഭവിച്ച പ്രതിഭാസം. ഒരു പ്രതിഭാസം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ കലാകാരന്മാരൊന്നും ഇല്ല, നമ്മുടെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ എന്റെ മക്കൾക്കും അതിനകത്തൊന്നും താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അവരെ നിർബന്ധിച്ച് നീ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാന്ന്, അത് നമ്മുടെ രീതിയുമല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അവരെ ഫ്രീ ആക്കി വിട്ടേക്കുന്നു. ഇപ്പൊ വളരെ സന്തോഷം രാശേട്ടാ ഇത്രയും നമ്മളോട് സംസാരിച്ചതിനും രാശേട്ടന്റെ അനുഭവങ്ങൾ പറഞ്ഞതിനും. ശക്തമായ നിലപാടുകൾ രാശേട്ടന്റെ ചെറിയ ചിരിയിൽ കൂടെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം രാശേട്ട സംസാരിച്ചത്. രാശേട്ടന്റെ വീടും സ്ഥലവും ഒക്കെ വളരെ മനോഹരം കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം പള്ളിയിലൊക്കെ പോകുന്നൊരു ഭാര്യ ഭയങ്കര ഭക്തിമാർഗത്തിലാണ്. ഞാനും ഞായറാഴ്ചകളിൽ ഇവിടെ ഉണ്ടെങ്കിൽ പള്ളിയിലൊക്കെ പോകും. എന്നാലും നമുക്ക് അത് ഒരു ഇതുണ്ട്, അവൾക്ക് ഇച്ചിരി കൂടുതൽ അല്ല, അത് നല്ല അവളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും നമ്മള് ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നല്ല ഭാഗ്യവും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഫീൽഡാണിത്. എല്ലാവരും കരുതും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സെലിബ്രിറ്റി, സിനിമാ നടൻ, സീരിയൽ നടൻ, അതാണ് ഇതാണ്. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഒത്തിരി ഇത്രയും പാട്, ഇത്രയും സ്ട്രഗിളിംഗ് ഉള്ള ഫീൽഡ് ആണെങ്കിൽ പോലും ആരോടും ചോദിക്കാൻ പറ്റില്ല നമുക്ക്. ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീൽഡ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ഡ്രസ്സും വണ്ടിയും ഒക്കെ ചിലപ്പോ വണ്ടി പോലും ആറോടെ തന്നെ കയറി വരുന്നത് അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിന്റെ പിന്നാമ്പുറം നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഇതിന്റെ വേറൊരു വശമുണ്ട്. എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞാൽ അയാള് ഭയങ്കര സെലിബ്രിറ്റി. ഇപ്പോ നമുക്ക് വർക്കില്ലാതെ ആയി, എനിക്കൊന്ന് പറൂര് പോണം. നമ്മളൊരു ബസ്സിൽ കയറി പോയി കഴിഞ്ഞാല് അപ്പോ അത് പ്രശ്നമാണ്. പോയാലെന്താ പോവൂലേ എന്ന് ചോദിക്കും, പോകും. പക്ഷെ എന്താണ് ബസ്സിലേക്ക് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളുടെ 500 ചോദ്യങ്ങൾ മുനകള് ഭയങ്കര. അത് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു 15 ദിവസം പൊള്ളാച്ചിയിൽ പോയി വർക്ക് ചെയ്ത്, ഒരു പടത്തിന്റെ വർക്കായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സമാധാനമായി. കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാന്ന് കരുതി ഞാൻ എന്റെ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താണിപ്പോ ഒരു പരിപാടി ഇല്ല ഇവിടെ കാണാനല്ലേ എപ്പോഴും എന്നാണ്. അങ്ങനെയുണ്ട് ആൾക്കാര്. നമ്മള് എന്ത് ചെയ്ത് അതല്ല, നമ്മളെ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ ഒന്നുമില്ലേ, ഇപ്പൊ ടിവിയിൽ കാണുന്നില്ല, അവിടെയും കാണുന്നില്ല, ഇവിടെയും കാണുന്നില്ല, എന്താണ്? ഞാൻ പറയാം അപ്പൊ ഒത്തിരി കുറവാണെന്ന് പറയാം. അല്ലാണ്ട് നമ്മളവിടെ നിന്ന് ചേട്ടാ ഞാൻ പൊള്ളാച്ചിയിലായിരുന്നു ഇന്ന് വന്നുള്ളൂ മറ്റാൾ കുറച്ചേർന്ന് പറയണോ? അങ്ങനെ ചോദിച്ചാൽ പറയാം പഴയ ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കുക, മറ്റേ അവര് സഹായിക്കത്തില്ലേ? അതെ 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 അതെ. വളരെ സന്തോഷം രാജേട്ടാ, നമ്മളോട് സഹകരിച്ചതിലും നമ്മളോട് സംസാരിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം ഒരു വ്യക്തിയെ കരയിപ്പിക്കാന് വളരെ എളുപ്പമാണ്, പക്ഷെ ചിരിപ്പിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഒരുപാട് വർഷങ്ങളായി ടെലിവിഷൻ രംഗത്തും സിനിമാ രംഗത്തും നമ്മളെല്ലാം ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കലാകാരനാണ് രാജേഷ് ഏട്ടൻ. നമുക്കറിയാം തീർച്ചയായിട്ടും രാജേഷേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് എനിക്ക് തോന്നുന്നത് സിനിമ എഴുതുക, അത് പുറത്തേക്ക് വരിക. സിനിമ എഴുതുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. അഭിനയിക്കുക എന്ന് തന്നെയാണ്. സിനിമയില് സജീവമായിട്ട് നായകനാവനെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിനകത്തൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ സജീവമായിട്ട് ഒരു ഘടകമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നത് മാത്രം. അപ്പൊ അതിന്റെയൊക്കെ ഒരു സൈഡാണ് നമ്മൾ എഴുതിട്ട് നമ്മളുടെ പാർട്ട്. നമ്മള് ഒരു സിനിമയാകുമ്പോ പല പല മേഖലകളും എല്ലാ മേഖലകളും ചെയ്യാം. ഏതായാലും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും ഇത്രയും അനുഭവങ്ങളുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ കലാകാരന്മാരെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ നർമ്മ മുഹൂർത്തങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള, ചിരിപ്പിച്ചിട്ടുള്ള രാജേഷനാണ്. തീർച്ചയായിട്ടും രാജേഷന്റെ ഒരു പടം എഴുതി അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ പ്രേക്ഷകർക്ക് ചിരിക്കാനും ചിന്തിക്കാനും, രാജേഷന്റെ ഓരോ വാക്കുകളും സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് സംസാരങ്ങൾ പോലും, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കഥയായിട്ട് വരുമ്പോൾ ആ കഥയിൽ എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നറിയാം. തീർച്ചയായിട്ടും രാജേഷേട്ട അങ്ങനെ രാജേഷേട്ടൻ എഴുതുന്ന എല്ലാ കഥകളും അത് സിനിമയാകട്ടെ,
അത് ഹിറ്റാകട്ടെ. രാജേട്ടൻ ആഗ്രഹിച്ചതുപോലെ വലിയൊരു കലാകാരനായിട്ട്, ചിലപ്പോൾ നമുക്കറിയത്തില്ല ഒരു കലാകാരനെ സമയത്തോളം എപ്പോഴാണ് അവനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ രാജേട്ടൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. രാജേട്ടൻ അങ്ങനെ വലിയൊരു കലാകാരനാകുമ്പോൾ പുറകം സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു രതീഷ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അതെ.